ദാണ്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല പടക്കങ്ങളെ കുറിച്ചാണ്. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പടക്കങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ പടക്കങ്ങളല്ല, നല്ല വലിയ പടക്കങ്ങളാണ്. 2024 അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ 2024 ഉണ്ടായിട്ടുള്ള തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ പടക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. നാണക്കേടിൻ്റെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ റെക്കോർഡ് വരെ ഉണ്ടാക്കിയിട്ടുള്ള വർഷമായിരുന്നു 2024. ഇതിനു മുമ്പ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നത് പ്രഭാസ് നായകനായ രാധേശ്യാമായിരുന്നു. പക്ഷേ ഈ വർഷം കങ്കുവ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമ വരുന്നത് വരെ, പക്ഷേ സൂര്യയുടെ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ പ്രഭാസ് ആ ബാറ്റിൽ, നാണക്കേടിൻ്റെ ആ റെക്കോർഡുള്ള ബാറ്റിൽ സൂര്യക്ക് കൈമാറിയിരിക്കുകയാണ്. ഏതായാലും ശിവ പണി വെച്ചത് വലിയ പണ്ണലായിപ്പോയി. രാധേശ്യാം ഉണ്ടാക്കി വെച്ചത് ഏകദേശം ഒരു 160 കോടിയുടെ നഷ്ടമായിരുന്നെങ്കിൽ കങ്കുവയിലേക്ക് വരുമ്പോൾ അത് 180+ വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. ഏകദേശം ഒരു 280 കോടിയോളം സിനിമ പൂർത്തിയാക്കി. പിന്നെ ഓടി നടന്നുള്ള കാർഡുകളൊക്കെയുള്ള പ്രമോഷനും മറ്റ് ചിലവുകളൊക്കെ കൂടി എങ്ങനെ പോയാലും 300-ന് മുകളിൽ വരും. 180 കോടിയോളം നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. രാധേശ്യാമിന്റെ ആ വലിയ പരാജയത്തിന് ശേഷം പ്രഭാസ് അദ്ദേഹത്തിന്റെ പ്രതിഫലം തിരികെ നൽകി എന്നുള്ള ഒരു വാർത്തയൊക്കെ വലിയ പ്രാധാന്യത്തോടെ വന്ന ഒരു കേസാണ്. നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ ഒരു സിനിമയായിട്ട് കങ്കുവ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് സെക്കൻഡ് സിനിമ ഇന്ത്യൻ 2, അത് അതിനേക്കാൾ വലിയ അപരാധമായിട്ട് കണക്കൂട്ടേണ്ടി വരും. കങ്കുവയുടെ അത്രയും നഷ്ടം സംഭവിച്ചില്ല എങ്കിൽ കൂടിയും ഏകദേശം 110 കോടി രൂപയോളം നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 250 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. ஏதாயாலும் சங்கரண்ட பண்ணலும் வல்லாத்த ஒரு பண்ணலாகி போய் ஏப்பா இதெல்லாம் பண்ணுவியா, பண்ண முடியுமா, ட்ரை பண்ணுறேன் சார் அப்படின்னு. ஏன்னா അപ്പോൾ അത് ആരും பண்ணலை. ഏതായാലും ഇന്ത്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ നല്ല ഒരു മികച്ച സൃഷ്ടിയെ രണ്ടാം ഭാഗം എടുത്തു വെച്ചിട്ട് അപരാധം പണിവെച്ച രീതിയിലാക്കി വെച്ചു. കങ്കുവയുടെ തൊട്ടടിയിൽ നിൽക്കുന്ന ഒരു പടക്കമായിട്ട് കൂട്ടേണ്ടി വരും. ആൻഡ് മൂന്നാം സ്ഥാനം ജ്ഞാനവേൽ സംവിധാനം ചെയ്ത രജനികാന്ത് അഭിനയിച്ച വേട്ടയൻ സിനിമയാണ്. ഏകദേശം 300 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ അവസാനം 220 കോടിയോടുകൂടി ഫൈനലിൽ അവസാനിച്ചു എന്നാണ്. ഏകദേശം ഒരു 80 കോടിയോളം നഷ്ടം വേട്ടയനും സംഭവിച്ചു. പക്ഷേ വേട്ടയൻ ഒരു അപരാധമായിട്ട് എനിക്ക് തോന്നിയില്ല. സിനിമയിൽ ഒരു ക്ലീഷേ കഥ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഒരു ക്ലീഷേ പരിപാടി ആയിരുന്നെങ്കിലും രജനികാന്തിൻ്റെ ഒരു സ്റ്റൈലും സ്വാഗൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു ആവറേജ് പരിപാടിയൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും പക്ഷേ ഒരു 80 കോടിയുടെ നഷ്ടം സിനിമയ്ക്ക് സംഭവിച്ചു. ആൻഡ് നാലാമത്തെയും മൂന്നാമത്തെയും റെക്കോർഡ് രജനികാന്തിന് തന്നെയാണ്. ലാൽ സലാം, അദ്ദേഹത്തിൻ്റെ മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽ സലാം സിനിമ. വേട്ടയൻ 80 കോടിയുടെ നഷ്ടമാണ് സംഭവിച്ചെങ്കിൽ ലാൽ സലാം 60 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. ഏകദേശം 80-90 കോടിയുടെ ബഡ്ജറ്റായിരുന്നു. 18 കോടിയോളം കളക്ട് ചെയ്തു. അപ്പോൾ ഭീകരമായ നഷ്ടം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു 80-90 കോടിക്ക് സിനിമ പൂർത്തിയാക്കിയത് കൊണ്ട് ഒരു 60 കോടിയുടെ നഷ്ടത്തിൽ അവസാനിച്ചു എന്ന് വേണം പറയാൻ. അല്ലെങ്കിലും വലിയ നഷ്ടമായേനെ. ആൻഡ് അടുത്ത സിനിമ ചിയാൻ വിക്രം നായകനായ തങ്കലാനാണ്. തങ്കലാൻ അതിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇത് സ്ഥിരം പൊളിറ്റിക്സ് വെച്ചിട്ട് ഇങ്ങനെ സിനിമ ഇറക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണെന്നുള്ളൊരു വലിയ വിമർശനമൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ആളുകളെ അടുപ്പിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഏകദേശം ഒരു 150 കോടിയോളം ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ ഒരു 75-100 കോടിക്ക് അടുത്ത് മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 50-60 കോടിക്ക് അടുത്തോളം ആ സിനിമയും നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തമിഴ് സിനിമയിൽ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട വലിയ ബഡ്ജറ്റിൽ വന്ന പല സിനിമകളും 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ചെറിയ സിനിമ വന്നു, അതും ഒരുപാട് നഷ്ടം നേരിട്ട ഒരു സിനിമയാണ് ബ്ലഡി ബ്രദർ. നെൽസൺ നിർമ്മാതാവായിട്ട് വന്ന സിനിമ 7-8 കോടിയൊക്കെ കളക്ട് ചെയ്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. ഞാൻ വലിയ സിനിമകൾ മാത്രമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഗോട്ട് സിനിമയൊക്കെ ഈ പറയുന്ന ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ, ഇപ്പൊ എനിക്കും ഗോട്ട് ഒരു അപരാധമായിട്ടൊക്കെയാണ് തോന്നിയത്. പക്ഷേ വിജയുടെ ഒരു ആർ വാല്യൂം പിന്നെ ഒരു പാൻ ഇന്ത്യൻ പടവും നഷ്ടമില്ലാതെ വലിയ തരക്കേടില്ലാതെ പിടിച്ചു നിന്നു. അപ്പോൾ അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മിക്ക വലിയ സിനിമകളും 8 നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല വലിയ പരാജയം നേരിട്ട ഒരു വർഷം കൂടിയാണ് 2024 തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും കഴിഞ്ഞ 2 വർഷം സൗത്ത് ഇന്ത്യൻ സിനിമയെ വാനോളം ഉയർത്തുന്ന ഒരു ആളുകളാണ് നമ്മളെല്ലാവരും. ബോളിവുഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ആണ് ഇതുപോലെയുള്ള സംഗതികളൊക്കെ നടക്കുന്നത്. വലിയ നാണക്കേടുണ്ടാക്കുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ 8 നില പൊട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ചെറിയ സിനിമകളാണ് തമിഴിലും അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ വിജയിച്ചിട്ടുള്ളത് എന്നുകൂടിയുള്ള ഒരു പ്രത്യേകതയാണ്. ഏതായാലും വരും വർഷത്തിൽ ഒരുപാട് സിനിമകളൊക്കെ വരാനുണ്ട്. എല്ലാം നല്ലതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ ബൈ.